ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണെന്ന് ജനങ്ങൾ അതിനെ അവഗണിക്കുകയുണ്ടായിട്ടുള്ളത്. ആലഞ്ചേരി പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകളായിരുന്നു ഈ കാസ എന്ന് പറയുന്ന തീവ്ര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. അൻവറിന് കിട്ടിയിട്ടുള്ള 5000-ഓളം വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ്, സംശയം വേണ്ട. അവിടെ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നിട്ടുള്ളത് BJP പോലും ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണെന്നുള്ളതുണ്ട്. അത് ഈ സിസ്റ്റത്തിനെ നശിപ്പിക്കലാണ്. മൂന്നാം തുടർഭരണം സ്വപ്നം കണ്ട് പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഭരണം വരലേ എന്ന് നാട്ടിലെ പ്രജകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കിംവദന്തികളെല്ലാം പടരുന്നുണ്ട്. എങ്കിലും ഇടത് സഹയാത്രികരെങ്കിലും പറയുന്നത് മൂന്നാമതും CPM ഭരിക്കട്ടെ എന്നാണ്. എന്നാൽ അവരും പിണറായി ഭരിക്കട്ടെ എന്ന് പറയുന്നില്ല. ഏതായാലും മൂന്നാം തുടർഭരണം സ്വപ്നം കാണുമ്പോൾ ഇതിന് വലിയ വെല്ലുവിളികൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും മറ്റ് തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിശോധിക്കുന്നത് പിണറായിക്ക് മൂന്നാം തുടർഭരണം സാധ്യമോ? ഇന്നത്തെ നിലപാടിൽ നമ്മളോടൊപ്പം ഉള്ളത് NCP ദേശീയ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റുമായ NA മുഹമ്മദ് കുട്ടി സാറാണ്. നമസ്കാരം. പിണറായി വിജയന്റെ സർക്കാർ കൃത്യമായിട്ടുള്ള മൂന്നാം ടൈമിലേക്കുള്ള ഒരു ചാട്ടത്തിലാണ്, അല്ലെങ്കിൽ ഓട്ടത്തിലാണ്. അതിനവർക്ക് പ്രേരണയായിക്കൊണ്ടിരിക്കുന്ന പല പ്രയോഗങ്ങളും പറഞ്ഞിരുന്നു. നമ്പർ 1 കേരളം, അതോടൊപ്പം തന്നെ അഴിമതി രഹിതമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ പോകുന്ന പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും കൃത്യമായി ഇടപെടാൻ കഴിയുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം ഉയരാൻ കഴിയുന്ന ഒരു സംവിധാനം. ഇങ്ങനെ നിരവധിയായ കാരണങ്ങളുടെ ഒരു നമ്പർ 1 കേരളമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിണറായി സർക്കാരിനെതിരെ ചെക്ക് വയ്ക്കാനായിട്ട് കേന്ദ്രം നടക്കുന്നു എന്നുള്ള ആക്ഷേപം ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. വയനാട്ടിലാണെങ്കിൽ മഴ തുടങ്ങിയതോടുകൂടി ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്കുള്ള ചൂരൽമലയും മറ്റും ആവർത്തിക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മൂന്നാം തുടർഭരണം പിണറായി സർക്കാരിന് സാധ്യമാകുമെന്ന് ഈ സാഹചര്യത്തിൽ നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുമോ? അല്ല, അത് നിലമ്പൂർ ഇലക്ഷന് മുമ്പാണ് ഒരു തുടർഭരണം എന്നുള്ളതിനെ പറ്റി ഒന്നിങ്ങനെ പൊക്കിക്കൊണ്ടുവന്നത്. അത് മാത്രമല്ല, നിലമ്പൂർ ഇലക്ഷനിൽ ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടിയും ജനങ്ങളുടെ മനസ്സിൽ ഒരു സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തുമായിരുന്നു. പക്ഷേ അവിടെ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ തന്നെ അത് കഴിഞ്ഞു. അതിലേക്കുള്ള ജനങ്ങളുടെ മനസ്സിൽ അതിന് എളുപ്പമല്ല എന്നുള്ള ചിന്ത വന്നു. മാത്രമല്ല, ഗവൺമെൻറ്റിനെ കുറിച്ച് ഒട്ടനവധി ഈ ആളുകളുടെ മനസ്സിൽ തന്നെ പരാതികളുണ്ട്. അതിന് നമ്മളിപ്പോൾ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ UDF വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. ഇത് ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണെന്ന്. അപ്പോൾ ആ സർക്കാരിൻ്റെ അതിനെപ്പറ്റി അത് ഞങ്ങളുടെ ഭരണത്തിലുള്ള എതിർപ്പുള്ള വിധിയെഴുത്ത് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ LDFും അത് തീർച്ചയായിട്ടും ഭരണത്തിൻ്റെ മേന്മകളെ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി കേരളം നമ്പർ 1 എന്ന് പറയുന്ന മേന്മകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇതിന് പോയിട്ടുള്ളത്. അപ്പോൾ അത് വിധി വളരെ കൃത്യമാണ്. ആ മേന്മകളൊന്നും ജനങ്ങൾ അതിനെ അവഗണിക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം തുടർച്ച എന്ന് പറയുന്ന, തുടരുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻ്റൊക്കെ ഇറക്കിയിരുന്നു. അതെല്ലാം ഈ PR വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു തുടർ ഭരണത്തിനൊരു സാധ്യത ഉണ്ടെന്ന്. കാരണം ഈ CPMൻ്റെ അകത്ത് തന്നെ വീണ്ടും തുടർഭരണം വരികയാണെങ്കിൽ അത് പിണറായിയുടെ നേതൃത്വത്തിലാകുമെന്നുള്ളൊരു ഇത് ഒരു സൈഡിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്ന ചില ഇത് അവിടെ തന്നെ വരുന്നുണ്ട്. അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അതിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അൻവറിന് കിട്ടിയിട്ടുള്ള 5000-ഓളം വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ്, സംശയം വേണ്ട. ഒരു നമുക്ക് അവിടെ നിന്ന് കിട്ടിയുള്ള ഫീഡ്ബാക്ക് ഒരു 15000 വോട്ട് വരെ അൻവറിന് ലഭിക്കാമെന്നാണ്. പക്ഷേ 20000 എത്തുമ്പോൾ CPM കിട്ടിയ വോട്ടാണ്. അത് CPM ചോരുണ്ടായതില്ല. അതിനുള്ള ഏറ്റവും തെളിവുകളാണ് അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ നിന്ന് പോലും വോട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പഠിച്ച കോളേജ് പോത്തുല്ല ഭാഗത്തുള്ളതൊക്കെ അദ്ദേഹം അവിടെ താമസിച്ചിട്ടുണ്ട് നേരത്തെ, അവിടെ നിന്നും വോട്ട് കുറഞ്ഞു, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ വോട്ടില്ലാത്ത അവസ്ഥ. അതെ ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ജനങ്ങൾ ഈ സർക്കാരിനെ
വെറുത്തിട്ടുണ്ട്. അതൊരു മാറ്റത്തിന് തന്നെയാണ് അതിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. പിന്നെ മറ്റു സൂചിപ്പിച്ചൊരു കാര്യം, ഈ കേന്ദ്ര സർക്കാർ തീർച്ചയായും അവർക്ക് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ട്. ആ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് അലൊക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വാരിക്കോരി കൊടുത്തുകൊണ്ട് വീണ്ടും വോട്ട് കൂടുതൽ ലഭിക്കുന്നതിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് അതിന് തടയിടാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. നമുക്ക് പറയാതെ പറ്റില്ല. ശരിക്കും കേരളത്തിന്റെ ഓരോ തരത്തിൽ കേന്ദ്രമായാലും ഇത്തരത്തിലുള്ള കേരളത്തെ ഉയർപ്പ് മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും കേരള ജനത തനതായ ശൈലിയിൽ, അത് രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് തനതായ ശൈലിയിൽ അവർ സ്വയം നിലനിൽക്കാനായിട്ട്, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അവരെപ്പോഴും പ്രിപ്പയർഡാണ്. അത്തരത്തിലുള്ള ഒരു സമൂഹം ഈ രാഷ്ട്രീയക്കാരുടെ ഇടപെടലൊന്നും ഇല്ലെങ്കിൽ പോലും കൃത്യമായി കേരള ജനത നേടിയെടുത്തിട്ടില്ലേ? അല്ല, കേരള ജനത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെങ്കിൽ, ഇവിടെ സർക്കാരുകളുടെ കൊണ്ടൊന്നല്ല ഇവിടെ കേരളത്തിൽ ഈ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് പണ്ട് മുതലേ നമ്മൾ പണ്ട് സിലോണിലേക്ക്, അത് കഴിഞ്ഞ് മലേഷ്യ, അത് കഴിഞ്ഞ് അതായത് മലയിൽ പോകാമെന്ന് പറയാം, പിന്നീട് പേർഷ്യയിലേക്കായിരുന്നു, വെച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ, പിന്നീടാണ് ഗൾഫ് എന്നുള്ളതൊക്കെ വന്നത്. അപ്പം ഇന്നിപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്നായി, കാരണം കുറച്ചുകൂടി അത് വലുതായി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് യൂറോപ്പിലേക്കായി. അപ്പം മൈഗ്രേഷൻ എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ളതാണ് പണ്ട് മുതലേ. അത് ഏറ്റവും ബുദ്ധിമുട്ടി ഇവിടുന്ന് കപ്പലിൽ, വള്ളങ്ങളിൽ ഒക്കെ പോയിട്ട് രക്ഷപ്പെട്ട് ഈ പറഞ്ഞ സമ്പാദിച്ച കുറേ ആളുകളൊക്കെ ഉണ്ട് പണ്ട് കാലത്ത്. ഇപ്പോൾ ഒന്നും ഇപ്പോൾ ഫ്ലൈറ്റിൽ പോയിട്ട് വരുന്നു എന്നുള്ള ഇതാണ്. അപ്പോൾ ആ മാറ്റം, ആ മൈഗ്രേഷൻ്റെ മാറ്റം ഇന്ന് യുവാക്കളിലേക്ക് എത്തി നിൽക്കുന്നു. അവർ വിദ്യാഭ്യാസത്തിന് പോലും പുറത്തു പോയി പഠിച്ചിട്ട് അവിടെ ഒരു സ്കിൽ സെറ്റ് നേടിക്കൊണ്ട് അവിടെ തന്നെ തുറന്നു വന്ന് ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നതിലേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിന് കൊണ്ടത് മാറ്റങ്ങളൊക്കെ അത് ഗൾഫ് രാജ്യങ്ങളുടെ ആ 80s തുടക്കം മുതൽ ആ പ്രവാസികളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമല്ല, ഗവൺമെൻറ്റുകളൊന്നും കാര്യമായിട്ടൊന്നും ആ മാറ്റത്തിന് ഇത് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അത് ഏത് ഗവൺമെൻറ് ആയാലും, ഞാൻ പറഞ്ഞു ഒരു ഗവൺമെൻറ് മാത്രമല്ല, ഏത് ഗവൺമെൻറ്റും ലിമിറ്റഡേ ഉള്ളൂ. തീർച്ചയായും. ശരിക്കും നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായിയുടെ ഭരണമായിക്കോട്ടെ, ആരുടെ ഭരണമായിക്കോട്ടെ, ഒരു ഭരണകൂടത്തിന്റെ പ്രധാന മുഖം എന്ന് പറയുന്നത് ആഭ്യന്തരമാണ്. ആഭ്യന്തര വകുപ്പാണ് അവരതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. ചില ഘട്ടങ്ങളിൽ ആഭ്യന്തരമന്ത്രി തനിയും, ചില സമയങ്ങളിൽ മുഖ്യമന്ത്രി തനിയാകുന്ന ചില പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ സമയവും അത് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായിരിക്കും ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴും വിവാദത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിൻ്റെത്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ തന്നെ കൂത്തുപറമ്പിൽ DYFIക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ തന്നെ യുവജന സംഘടനയ്ക്ക് നിരവധിയായ രക്തസാക്ഷികളെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കൂത്തുപറമ്പിലെ വെടിവെപ്പ് എന്ന് പറയുന്നത്. MV രാഘവൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ആ സംഭവം. ആ സമയത്തെ പ്രധാന കുറ്റവാളിയായി അന്ന് CPM-ഉം ഇടതുപക്ഷവും കണ്ടിരുന്ന ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു ഈ രവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. ആ IPS ഉദ്യോഗസ്ഥനെ തന്നെ യോഗേഷ് ഗുപ്ത അടക്കമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രയോറിറ്റി ലിസ്റ്റിലൂടെ കൃത്യമായിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ CPM നേതാക്കളായ അല്ലെങ്കിൽ CPM ഈ പിണറായി നാടിന് നൽകുന്ന അല്ലെങ്കിൽ ഇടത് സഹയാത്രികൾക്ക് അല്ലെങ്കിൽ ഇടത് മനോഭാവമുള്ളവർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, ഈ രവാഡ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നിട്ടുള്ളത് BJPയെ പോലും ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണെന്നുള്ളതുണ്ട്. സത്യത്തിൽ അതല്ല. ഈ യോഗേഷ് ഗുപ്ത വരികയാണെങ്കിൽ അയാൾ നേരത്തെ വിജിലൻസിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ കൃത്യമായി ഒരാൾക്കും തെറ്റ് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള പല കേസുകളും ചാർജ് ചെയ്തിട്ടുള്ള ആളാണ്. അത് ഗവൺമെൻറ്റിനെ പോലും പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ DGP ആയിട്ട് വരുമ്പോൾ ഈ ഗവൺമെൻറ് പല കേസുകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതിന് കുഴപ്പമില്ലാത്ത ഒരാളാണ് രവാഡ ചന്ദ്രശേഖർ എന്നതുകൊണ്ട് തന്നെയാണ് ആ ലിസ്റ്റിൽ നിന്ന് ഇത്തരത്തിൽ അദ്ദേഹത്തെ DGP ആക്കിയിട്ടുള്ളത്. അത് മറ്റുള്ള ഇപ്പോൾ P ശശി അതിനെപ്പറ്റിയൊക്കെ വളരെ ഇതായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പാർട്ടി കണക്കിലെടുക്കില്ല. കാരണം ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രശ്നങ്ങളില്ലാതെ പറയുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അതിനാണ് മുൻഗണന നൽകുക. അത് CPM ചെയ്തിരിക്കുന്നു.
അവിടെ പിന്നെ കമ്മ്യൂണിസത്തിൻ്റെ ഇതിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കാരണം നമ്മളിപ്പോൾ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ ചിന്തകൾ വരുന്നത്. ഇടതുപക്ഷം എന്നുള്ള കമ്മ്യൂണിസത്തിൻ്റെ അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇപ്പം ഇല്ലല്ലോ. ഇന്നിപ്പോൾ വ്യത്യസ്തമായ ഇതിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു ഇടതുപക്ഷം എന്ന് പറയുന്ന എല്ലാവരും. പക്ഷെ അവിടെ ചേർത്ത് പറഞ്ഞുണ്ട്, കൂത്തുപറമ്പിൻ്റെ ഈ സംഭവത്തെ, ഈ രക്തസാക്ഷി പുഷ്പൻ അടക്കമുള്ള ഈ സംഭവത്തെ ഹൈലൈറ്റ് ചെയ്ത് അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് നാട് നീളം മയക്ക് കെട്ടി, തോരണങ്ങൾ കെട്ടി, അല്ലെങ്കിൽ പ്രകടനങ്ങൾ നടത്തി ഈ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ അണികളെ അല്ലെങ്കിൽ യുവാക്കളെ, കുട്ടികളെ ഒക്കെ സംഘടിപ്പിച്ച് വലിയ തോതിൽ ഓളം സൃഷ്ടിച്ച അതേ നേതാക്കന്മാർ തന്നെയല്ലേ ഇപ്പോൾ ഈ മലക്കം മറിച്ചിലുണ്ടാകുന്നത്. പാർട്ടി എത്ര മാറി എന്ന് പറഞ്ഞാലും ഇതിനെ അവരുടെ ഈ പറയുന്ന സമൂഹം എങ്ങനെയാണ് ഉൾക്കൊള്ളുക? അല്ല, അത് അന്നത്തെ അതിനൊരു ആവശ്യമായിരുന്നു. അന്ന് ഒരു ഭരണത്തിൽ വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആവശ്യമായിരുന്നു. അതുപോലെ പല രക്തസാക്ഷികളെയും അതുപോലെ എടുത്ത് കാട്ടിക്കൊണ്ട് ഈ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിലർത്ഥമില്ല. അത് ഓരോ സമയത്ത് കിട്ടുന്ന ഓരോരുത്തരെ വെച്ചുകൊണ്ട് അതനുസരിച്ച് ഇത് മുന്നോട്ട് പോകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലാണ് വരിക. പല കാര്യങ്ങൾ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കരുണാകരന് തന്നെ നേരിട്ട് പങ്കുണ്ട് എന്ന് പറയുന്നതാണ് രാഘവൻ്റെ, അഴീക്കോട് രാഘവൻ്റെ മറ്റേ കൊലപാതകം തൃശ്ശൂരിൽ മറ്റേ റെയിൽവേ സ്റ്റേഷൻ റോട്ടിൽ ഉണ്ടായത്. ആ കരുണാകരനുമായിട്ട് തന്നെ പിന്നെ DIC ആയിട്ട് പിന്നെ ചേരാനുള്ള ശ്രമങ്ങൾ നടന്നല്ലേ. അച്യുതാനന്ദൻ പിന്നെ അതിൽ എതിർത്തുകൊണ്ടാണല്ലോ നടക്കാതെ പോയത്. അത് അതേസമയം പിണറായിയും മറ്റുള്ളവരൊക്കെ അതിന് അനുഭവപൂർണമായ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരം ബദ്ധശത്രുക്കളൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയമെന്ന് പറയുന്നത് നിലപാടുകളാണ്. നിലപാടെന്ന് പറയുമ്പോൾ ഇപ്പോൾ പണ്ട് കാലത്ത് വന്ന ജയപ്രകാശ് നാരായണൻ്റെ കാലം മുതൽ വരുന്ന സോഷ്യലിസ്റ്റുകളും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ, ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള ആളുകളൊക്കെ അതിൻ്റെയൊക്കെ ഏറ്റവും ഇതിൽ നിന്നിരുന്നല്ലേ. അവസാനം BJPയുടെ കൂടെ പോയില്ലേ. ഞാൻ പറയുന്നത് അന്ന് അതേപോലെ തന്നെ അത്തരത്തിൽ നിന്ന ആളുകളല്ലേ നമ്മുടെ മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ, സോഷ്യലിസ്റ്റിൻ്റെ ഇതിലായിരുന്നു. BJP പോയില്ലേ. അപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിനൊന്നും ഒരു പ്രാധാന്യമില്ലാത്തതിലാണ്. ഇപ്പോൾ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ, അതിലേക്ക് മിക്കവാറും എല്ലാവരും എത്തി, രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിലേക്ക് എത്തി എന്ന്. ഈ രമൺ ശ്രീവാസ്തവ ഉപദേശകനായി നിയമിച്ചതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതെ, ഒരു സംശയം വേണ്ട. അപ്പോൾ അതിൽ നമ്മൾ മൊത്തത്തിൽ ഇതിനെല്ലാം കൂടി കൂട്ടി വായിക്കും മാത്രമേ അതിൻ്റെ ഇതിൽ അറിയുള്ളൂ. ഓക്കെ. ഇപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രവാള ചന്ദ്രശേഖരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് P. ജയരാജൻ മാത്രമാണ് അതിനെക്കുറിച്ചിട്ട് എതിർത്ത് അല്ലെങ്കിൽ ആ ഒരു കൂത്തുപറമ്പ് സംഭവത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹം പിണറായിയെ ഭയന്നിട്ടാണോ പാർട്ടിയെ ഭയന്നിട്ടാണോ എന്തുകൊണ്ടോ അദ്ദേഹം മാധ്യമങ്ങളെ പഴിചാരി അവർ വഴിതിരിച്ചു വിട്ടതാണ്, അവർ വളച്ചൊടിച്ചതാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ട് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇടത് സഹയാത്രികർക്ക് അല്ലെങ്കിൽ ഇടത് ആളുകൾക്ക് പോലും പിണറായി എന്ന് പറയുന്ന അജയനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലായി. അല്ല, അത് നേരത്തെ തന്നെ ആയിക്കഴിഞ്ഞല്ലോ, അത് ഇപ്പോഴല്ല. അതായത് മുൻകാലങ്ങളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ CPMൻ്റെ ഏറ്റവും നല്ല വിഭാഗീയത ഉണ്ടായ സമയത്ത് എറണാകുളം ജില്ല പോലും അച്യുതാനന്ദ ഒരു സ്ട്രോങ് ഹോൾഡായിരുന്നു. അതൊക്കെ ഒന്നുമില്ലാതെ പിടിച്ചടക്കി എല്ലാവരും ഒതുക്കി കഴിഞ്ഞല്ലോ. അതിന് ശേഷമാണല്ലോ ഈ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒന്നാം സർക്കാർ പോലും വരുന്നത്. അപ്പം അതിൻ്റെ കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. അജയനായി അദ്ദേഹം തുടരുക തന്നെയാണ്. അല്ല, വേറൊന്നുണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നുള്ള ആളുകളിൽ അദ്ദേഹത്തിന് അതിന് കഴിവുണ്ട്, ഒരു സംശയം വേണ്ട. ആ ഇതിലെടുത്താൽ രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ളതിലേക്ക് നോക്കും മാത്രമേ നമുക്ക് ഈ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. ആദ്യം നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു നമ്പർ 1 കേരളം എന്നുള്ള ഒരു വിഷയം. ഈ നമ്പർ 1 കേരളം എന്ന് ഏറ്റവും ഉയർത്തി കാണിച്ച സംഭവത്തിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഇന്നലെ പറഞ്ഞത്, അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ പറഞ്ഞത്, കോവിഡ് വന്ന സാഹചര്യത്തിൽ അമേരിക്ക പോലും പകച്ചു നിന്ന സമയത്ത് കേരളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വളരെ ഉണർന്നു പ്രവർത്തിച്ചതായിരുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ചില വെളിപ്പെടുത്തലോട് കൂടി അതില്ലെങ്കിൽ അതിനെതിരെ ഉള്ള ഒരു പ്രതികരണമായിട്ടാണ് ഈ കാര്യങ്ങൾ വന്നത്. ഈ നമ്പർ 1 കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഇവർ പറയുന്ന അവസ്ഥയിലേക്ക് ശരിക്കും ഈ നമ്പർ 1 ഈ ആരോഗ്യ മേഖല ആയിട്ടുണ്ടോ? അല്ല, കേരളം ആരോഗ്യ മേഖലയിൽ വളരെയധികം
വളർച്ച പ്രാപിച്ചിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. ഇന്ന് മറ്റേത് രാഷ്ട്രങ്ങളെ എടുത്ത് നോക്കിയാലും ഞാൻ ചോദിക്കുന്നത്, അവിടുത്തെ ഈ മെഡിക്കൽ ഫീൽഡ് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ആരാ? നമ്മുടെ ഇപ്പോൾ ഡോക്ടേഴ്സിനെ എടുത്ത് അല്ലെങ്കിൽ മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിലാണെങ്കിലും മറ്റു ഏത് രാഷ്ട്രങ്ങളിലാണെങ്കിലും മലയാളികളാണ്. അപ്പോൾ മലയാളികൾ ആണ് മിക്കവാറും ലോകത്തെ ഏത് രാജ്യങ്ങളെടുത്താലും അവിടെ എല്ലാം ഈ ഒരു ഫീൽഡിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നവരും അറിയപ്പെടുന്നവരും എവിടെ എടുത്താലും. അപ്പോൾ കേരളത്തിന് പണ്ട് മുതലേ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ഇത്തരം കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനം തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ പറയുന്ന യു പിയിലുണ്ടായ അതേപോലെ തന്നെ ഇപ്പോൾ കഫീൽ അഹമ്മദിൻ്റെ ഒരു വിഷയം ഉണ്ടല്ലോ, അദ്ദേഹത്തെ പിടിച്ച അവസാനം അദ്ദേഹം അത് ഉള്ളത് തുറന്നു പറഞ്ഞു എന്നുകൊണ്ട് അയാളെ പിടിച്ച് അകത്തിട്ടു. അവസാനം ഒന്നുമില്ലാത്തതിലായല്ലോ. അപ്പോൾ ഈ ഡോക്ടറും പറഞ്ഞു തന്നെയാണ് ഞാൻ ആ സാഹചര്യത്തെ, പക്ഷേ അദ്ദേഹം അത് ഉയർത്തിയപ്പോൾ കുറേ നാളുകളായിട്ട് ഓർഡർ ഇട്ടും കിട്ടാത്ത സാധനം പിറ്റേ ദിവസം സാധനം സപ്ലൈ ഒന്നുമല്ലോ. 11 ശസ്ത്രക്രിയകൾ വരെ നടന്നു, ഇമർജൻസി ആയിട്ട് വിമാനത്തിൽ ഉപകരണങ്ങൾ വരുന്നു. അതല്ലേ, അത് ഈ ഹെൽത്ത് ഏരിയയിൽ മെഡിക്കൽ ഏരിയയിൽ ഒരു ഇനീഷ്യേറ്റീവ് തീർച്ചയായിട്ടും, കാരണം എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും അവരുടെ ബന്ധുക്കളാരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആണല്ലോ ഇത്തരത്തിലുള്ള ആ മാനസികമായിട്ടുള്ളൊരു പ്രഷേഴ്സ് എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ളത്. അല്ലാതെ വരുമ്പോൾ അവർ പ്രതികരിക്കും. പ്രതികരിക്കുന്ന ആരോടാ? ഡോക്ടേഴ്സിനോടാണ്. നേരിട്ട് ഈ മ്യൂസിക് ഫേസ് ചെയ്യേണ്ടതാരാ? സ്റ്റാഫാണ്. അവർക്ക് ബാക്കി ജനങ്ങൾക്ക് ഇത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ മറ്റ് വന്നില്ല എന്നുള്ളതൊന്നും അവർക്ക് അവിടെ പ്രശ്നമില്ല. അവർക്ക് എങ്ങനെയും സ്വന്തം ബന്ധുക്കളെ ഒരു അത്യാവശ്യം നിന്ന് രക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പം അവിടെ ഇത് വരുമ്പോൾ ഡോക്ടർ നിസ്സഹായനാണ്. അയാൾ പറയാതിരിക്കാൻ പറ്റില്ല. അയാൾ കൈമരത്തുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. തീർച്ചയായും. അതായത് ശരിക്കും പറഞ്ഞാൽ വിമർശകർ പറയുന്ന ഒരു പേരാണ് കേരള മോഡി എന്നാണ് പല ഘട്ടത്തിലും രഹസ്യമായിട്ടൊക്കെ പിണറായിയെ കുറിച്ച് പറയാറ്. അതായത് മോഡി അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, യോഗി അല്ലെങ്കിൽ അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആദ്യം എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് നടക്കാൻ പോകുന്നത് കേരളത്തിലാണെന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചകളൊക്കെ വലിയ തോതിൽ വരുമായിരുന്നു. ശരിക്കും ഇത്തരത്തിലുള്ള ഇല്ലായ്മകളെ അതല്ലെങ്കിൽ അവിടുത്തെ കുറവുകളെ കുറിച്ച് ഒന്നും വിമർശിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു തരം ഉട്ടോപ്യൻ രീതി, അതിനെ എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല? ഒരു ഭരണാധികാരിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പല വകുപ്പുകളും ആ വകുപ്പുകൾക്ക് ഓരോരുത്തർ ചാർജും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവരുടെ കഴിവുറവാണ്, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുടെ കഴിവുറവാണ്. അല്ലാതെ അതിൽ ഒരു മുഖ്യമന്ത്രിനെ കുറ്റം പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പല്ല. അത് അവിടെ എന്തൊരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പറയേണ്ടതും അല്ലെങ്കിൽ അതിന് സഹായം തേടേണ്ടതും ആ വകുപ്പ് മന്ത്രിയാണ്. വകുപ്പ് മന്ത്രിയുടെ കഴിവുറവാണെന്നുള്ളത് യാതൊരു സംശയം വേണ്ട. കാരണം എന്ത് വന്നാലും ഒരുതരം പ്രത്യേകതരം ക്യാപ്സൂളുകൾ നിരത്തി അതിനെല്ലാം സോൾവ് ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ട് തന്നെയാണല്ലോ ആരോഗ്യമന്ത്രി വീണ ജോർജ് വളരെ പറഞ്ഞത്, അവിടെ ഒരു നിലവിൽ ഒരു കുഴപ്പമില്ല, DMO എന്നോട് പരാതി ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെ ഇല്ലായ്മയെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ വെറുതെ സംഭവിക്കുന്നു. ഇപ്പം ഈ സംഭവം വന്നതിൻ്റെ തൊട്ട് പിന്നാലെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സമാനമായ അനുഭവങ്ങൾ വരുന്നു. ഇതെല്ലാം ഇത് അതൊന്നല്ല. ഇതിലെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഒരു പർച്ചേസ് ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലത്തുള്ള ഇത്തരത്തിലുള്ള ഏത് കാര്യവും ആ സിസ്റ്റം ഫങ്ഷനിലല്ല. സിസ്റ്റം പെർഫെക്റ്റ് ആണെങ്കിൽ DMO മിനിസ്റ്റർ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഈ 14 ജില്ലയിലും DMമാരും മിനിസ്റ്ററോട് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സിസ്റ്റത്തിൻ്റെ കറക്റ്റായിട്ടുള്ള അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റാണെങ്കിൽ ഓരോ സ്ഥലത്തു നിന്നും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് പോകും. അത് കിട്ടിയില്ലെങ്കിൽ അത് അറിയിക്കേണ്ടതുണ്ട്. സിസ്റ്റം ഉണ്ടല്ലോ, ഗവൺമെൻറ് അല്ലേ. അപ്പോൾ ഫങ്ഷണൽ ഇതിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യേണ്ടത് ഒരു മിനിസ്റ്റർ. അതാണ് മിനിസ്റ്റർ. പിന്നെന്താ പണി? അല്ല, കൂടുള്ള വകുപ്പിലെ അല്ലെങ്കിൽ താഴെയുള്ള ആളുകളെ അത്തരത്തിലുണ്ടെങ്കിൽ അത് ഫങ്ഷനിലാക്കേണ്ട ഡ്യൂട്ടി ഒരു മിനിസ്റ്റർക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യാതെ പിന്നെ DMനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാണോ? അതൊക്കെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഇത്തരം ചർച്ചകൾ വളരെ കൊടുമ്പിരി കൊണ്ടുവന്നുകൊണ്ടത്. ആദ്യം നമ്മൾ സംസാരിച്ച് തുടങ്ങിയ പോലെ തന്നെ 3ാം ഭരണത്തിലേക്കുള്ള വരവ് എന്നുള്ള തരത്തിലെല്ലാം കാര്യങ്ങൾ വന്നു. പക്ഷെ അതിനു മുമ്പ് വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അതിന് കേവലം 8-9 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ കൃത്യമായിട്ടും ഇടതെന്നോ വലതെന്നോ അല്ലെങ്കിൽ BJP എന്നോ ഇതിലൊന്നും കഴിയാത്ത ഒരു സമൂഹം ഈ കേരള സംസ്ഥാനത്ത് ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ വ്യക്തമായ നിലപാടുള്ള വോട്ട് ബാങ്കായ അല്ലെങ്കിൽ ഏത് മുന്നണിയെ ജയിപ്പിക്കണം തോൽപ്പിക്കണം അല്ലെങ്കിൽ ഒരു മുന്നണിക്കപ്പുറം സ്ഥാനാർത്ഥി ജയിപ്പിക്കണം തോൽപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ആ ഭൂരിപക്ഷ സമുദായ ആ ഗ്രൂപ്പ് ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മൾ ഒരു ടെക്നിക്കലി ഒരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 4ാം മുന്നണി അല്ലെങ്കിൽ 4ാം ബദൽ നിന്നൊക്കെ പറയാവുന്ന പോലെ ഒരു സംവിധാനമാണ് വന്നിരിക്കുന്നത്.
ഇതിന്റെ ഒരു പ്രസക്തി NCP ആദ്യഘട്ടം മുതൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്ന ആ സമയം മുതൽ ഇതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അത്രത്തോളം ഗൗരവത്തിൽ നിയമസഭ ഈ ഉപതെരഞ്ഞെടുപ്പിലൊന്നും അത്ര എഫക്ട് ചെയ്തില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ എല്ലാം ഇതിന്റെ ഒരു സ്പേസ് വളരെ വലുതല്ലേ? 8-9 മാസമല്ല, അത് അസംബ്ലി തെരഞ്ഞെടുപ്പിനാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബറിലാണ് വരിക. അപ്പോൾ 3-4 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് വെരി വെരി ക്ലോസ്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു ഇത്തരത്തിൽ 4ാം മുന്നണി എന്നുള്ളതിനെ കൊണ്ടുവന്ന് വിജയിപ്പിക്കാനായിട്ടുള്ളൊരു ഇതിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. കാരണം ഒരു 4ാം മുന്നണി ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും കൂടിയാലും അതിനെ ഒരു സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ഒരു ഭരണത്തിലേക്ക് എത്താനാവുന്ന ഒരു ശക്തി കിട്ടാവുന്നതിലേക്ക് എത്തിയിട്ടില്ല. അത് അത്രയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘടകകക്ഷികൾ പലതും കൂടി ചേർന്നുകൊണ്ടാവണം ഇല്ല. പക്ഷേ ഒരു ചാൻസ് ഉണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെ ഒരു പൊളിറ്റിക്കലല്ല ഫൈറ്റ് കൂടുതലും. ശരിക്ക് പറഞ്ഞാൽ പഞ്ചായത്തിൽ അതിൻ്റെ നിയമപ്രകാരം ഇവിടെ അത് വെള്ളം ചേർത്താണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മത്സരിക്കാൻ പാടില്ല അവിടെ ചിഹ്നത്തിൽ. ഇവിടെ 2-3 സ്റ്റേറ്റുകൾ മാത്രമാണ് അത് മാറ്റി രാഷ്ട്രീയ പാർട്ടികൾക്ക് മത്സരിക്കുക എന്നുള്ളത് മാറ്റം കൊടുക്കുന്നത്. അതിൻ്റെ ഈ പഞ്ചായത്ത് രാജിൻ്റെ ഒറിജിനൽ ഇതിൽ ശരിക്ക് നേരത്തെ വിഭാവനം ചെയ്ത് അതിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങളിൽ മത്സരിക്കുന്നതിന് വേണ്ടിയല്ല. പക്ഷേ ഇവിടെ അത് രാഷ്ട്രീയ പാർട്ടിക്കും ആകാമെന്നുള്ള നിലയ്ക്കുള്ളതിൽ കൊണ്ടുവരേണ്ടത്. അതായത് ഗാന്ധിജി പറഞ്ഞ സ്വരാജ് അങ്ങനെയാണ്, അതായിരുന്നു നിയമം വന്നത്. പക്ഷെ സംസ്ഥാനങ്ങളിൽ വന്നപ്പോൾ ചില സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളം, ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ അത് രാഷ്ട്രീയ പാർട്ടിയും കൂടി ഇതിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും പല പഞ്ചായത്തുകൾ എടുത്താലും അവിടെ സ്വതന്ത്രന്മാരാണ് അവിടെ കൂടുതൽ. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ എടുക്കുക, ഭരിക്കുന്നത് ഒറ്റയ്ക്കുള്ളൊരു അവിടുത്തെ ചെയർമാൻ എന്ന് പറയുന്ന അയാളൊരു പക്ഷാളല്ലോ, സ്വതന്ത്രനാണ്. എന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ചെയർമാനായതാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയൊരു റോളുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ പറയുന്ന ഇത്തരത്തിൽ മുന്നണികളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന കുറേ ആളുകൾക്ക്, അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു മുന്നണിയിലുമില്ല, NCP, അതേപോലെ തന്നെ ആപ്പ് ഒരു മുന്നണിയിലുമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ 2020 വൈഫോ കൊച്ചിയോ, അതുപോലെ തന്നെ SP-യോ മുന്നണിയുടെ ഭാഗമല്ല, BSP അല്ല, അങ്ങനെ ഒട്ടനവധി പാർട്ടികളുണ്ട്. അവർക്കെല്ലാം വേണമെങ്കിൽ ഒത്തുചേർന്നുകൊണ്ട് അൻവർ ശരിക്കും മുന്നണിയുടെ പാർട്ടിയല്ലോ, ഒറ്റയിൽ മത്സരിച്ച് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു 4ാം മുന്നണി എന്ന ഒരു ആശയത്തിൽ ഒരുമിച്ച് വന്ന പഞ്ചായത്തിൽ കുറേ സീറ്റുകൾ നേടാൻ കഴിയും. അതൊരു മുന്നണിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, LDF-നോ UDF-നോ ആ മുന്നണിയുമായിട്ടൊരു സഹകരണം വന്നാൽ ആ വരുന്ന മുന്നണിക്ക് കേരളത്തിൽ അടുത്ത വരണുണ്ട്. അത്തരം വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിയും. അതിനൊരു സാധ്യത ഉണ്ട്. ഇത് മുന്നണിക്കകത്തൊരു മുന്നണി എന്നുള്ള ഇതിൽ അത് അവർക്ക് ആ മുന്നണിയുടെ ആരുമായിട്ട് സഹകരിക്കുന്ന അവരുമായിട്ട് ചേർന്നുകൊണ്ട് ഭരണത്തിലേക്ക് പോവാം. മാത്രമല്ല അവിടെ വരുമ്പോൾ ഭരണം കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ 4ാം മുന്നണിക്ക് ഇതിൽ ആരുമായിട്ടും ചെയ്യാം. തീർച്ചയായും അവർ UDF-ൻ്റെ ഭാഗമല്ല, ഒരു LDF-ൻ്റെ ഭാഗമല്ല, പക്ഷേ ഒരു സഹകരണത്തിൽ സീറ്റ് ഷെയറിങ്ങുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലഭിക്കുന്ന സീറ്റുകൾ ഒരു സംശയം വേണ്ട വരുന്ന മുന്നണികളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഭരണത്തിൽ വരാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. അത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ 4ാം മുന്നണിയുടെ സാധ്യതകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒട്ടനവധി ചർച്ചകളൊക്കെ നടന്നുണ്ട്, പല ചർച്ചകളും നടന്നുണ്ട്. ആ ചർച്ചകളിൽ ഇപ്പോൾ ഉള്ള 2 മുന്നണികളിലും LDF ആണെങ്കിലും UDF-ലാണെങ്കിലും അതിൽ നിൽക്കുന്ന പലർ കൂടി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതിൻ്റെ താല്പര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അതിൽ LDF-ലെ 2ാം കക്ഷി എന്ന് പറയുന്ന CPI-ക്ക് പോലും ഏറ്റവും വലിയ 42-46 സീറ്റുള്ള ഒരു മുനിസിപ്പാലിറ്റി ഇടുന്ന 2 സീറ്റ് മത്സരിക്കാൻ കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ CPM മത്സരിക്കുന്നത്. ഇതന്നെയാണ് UDF-ൽ. അപ്പോൾ മുഖ്യമായിട്ടുള്ളൊന്നും പാർട്ടികൾ വെച്ച് ബാക്കിയുള്ളവർക്കും സീറ്റ് ഇടുന്നില്ല മത്സരിക്കാൻ. അപ്പോൾ അവർ ഈ പഞ്ചായത്തിൽ എന്ത് ചെയ്യണം, സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള 4ാം മുന്നണി എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ട് മത്സരം ജയിക്കാൻ ശ്രമിക്കും. പഞ്ചായത്ത് ഇലക്ഷൻ്റെ ആ റിസൾട്ടിന് ശേഷം മാത്രമേ അതിനെപ്പറ്റി നമുക്ക് ശരിക്ക് ഒന്ന് വിലയിരുത്താൻ കഴിയുള്ളൂ. അതായത് ഈ ഒരു ശക്തിയെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന ആർക്കും തന്നെ പോകാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഒന്ന്, ഈ രാഷ്ട്രീയ പാർട്ടികളോട് വലിയൊരു എതിർപ്പുകൾ ജനങ്ങളുടെ ഇടയിലുണ്ട്.
കാരണം ഒക്കെ പലതും പറയും നടത്തി കൊടുക്കില്ല എന്നുള്ള അവർ തന്നെയാണ് അതിൻ്റെ കാരണം. അല്ല, ഇന്നിപ്പോൾ ഞങ്ങൾ ഇരുന്നൊരു ചർച്ചയിലോ മറ്റൊരു ചർച്ചയോ ബന്ധപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ജനകീയ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, കുടിവെള്ളം ആയിക്കോട്ടെ, റോഡായിക്കോട്ടെ, മറ്റെന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പോൾ എന്ത് ആവശ്യമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നാലും ഇപ്പം തന്നെ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരത് സോൾവ് ചെയ്ത് തരും, എന്താവശ്യപ്പെട്ടാലും നടക്കും എന്നുള്ള ലൈനിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഏതായാലും ആ ഘട്ടം ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു വിഭാഗവും രംഗത്ത് എത്തിയിട്ടുമുണ്ട്. ഏതായാലും ഈ നാലാം മുന്നണിയുടെ വരവ്, അല്ലെങ്കിൽ ഈ പറയുന്ന ശക്തികളുടെ ഒരു വരവ് ശരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. അതോടൊപ്പം ഒന്ന് ചേർത്ത് ചോദിക്കാനുള്ളത്, സ്വാഭാവിക NCPയുടെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വം, അല്ലെങ്കിൽ കേരളത്തിന്റെ ഹൈ എന്ന രീതിയിൽ ചോദിക്കാൻ പറ്റും, നിങ്ങളുടെ ഒരു NCPയിൽ നിന്ന് ആദ്യം ഒഴിവാക്കപ്പെട്ട ഒരു മന്ത്രി, ഇപ്പൊ മന്ത്രിയായിട്ടുള്ള മിസ്റ്റർ ശശീന്ദ്രൻ അടക്കമുള്ള ഒരു LDFന് അനുകൂലമായി പോകുന്നു. അതുമായി ബന്ധപ്പെട്ട ചില നിയമ നടപടികളും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടന്നിരുന്നത്, അതിൻ്റെ ഒരു നിലവിലുള്ള ഒരു അവസ്ഥയിലേക്ക് എവിടേക്ക് എത്തിയിട്ടുണ്ട്? അല്ല, അവർക്കെതിരെയുള്ള നടപടികളുമായിട്ട് പാർട്ടി ഓൾറെഡി മുന്നോട്ട് പോയിട്ടുണ്ട്. അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അവർ മറുപടി നൽകിയിട്ടില്ല. അത് മറ്റുള്ള ലീഗൽ ഇതിലേക്ക് പോയിട്ടുണ്ട്. അത് വരുന്ന ആളുകളെല്ലാം പുറത്തു വരും. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു മുന്നണിയിലുമില്ല. പക്ഷേ ഒരു കേരളത്തിൽ മൊത്തമായൊരു മാറ്റം ഈ നാലാം മുന്നണിയുടെ ഉണ്ടാവാൻ പോവാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു തുടക്കമാണ്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഏത് ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളോ മറ്റോ വരുമ്പോൾ ഒരു അജണ്ട ഉണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ നിലമ്പൂരിൻ്റെ അജണ്ട എന്താണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDF വാങ്ങുന്നതിനെ പറ്റിയായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൽ തന്നെ പറഞ്ഞിരുന്നു, നിലമ്പൂർ ഈ വനമേഖല ആയതുകൊണ്ട് അവിടുത്തെ ആളുകളുടെ ഈ എനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായതാണ്. അപ്പം ആ സംഭാഷണം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഇതിനെ കൊണ്ടുവന്നാണെന്നുള്ളൊരിതുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഇഷ്യൂ കൊടുത്തിട്ട് അതിനാണ്, കാരണം എത്ര ദിവസങ്ങൾ ചർച്ചകൾ അത് മാത്രമായിരുന്നു. അപ്പം അത് വേറൊരു പോസിറ്റീവ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസ് അതിൽ വളരെ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് VD സതീശൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അവർ തീവ്രവാദികളല്ല, ഞങ്ങളുടെ ഇതായിട്ട് നിൽക്കുന്ന തന്നെയാണ്. പണ്ട് LDFുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ആ കാലത്ത് അവർ തീവ്രവാദികളില്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ പുതിയ തീവ്രവാദത്തിലേക്ക് അവർ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ? അപ്പോൾ LDFിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർ നല്ലവരും, അത് കഴിഞ്ഞ് UDFിൽ വരാണെങ്കിൽ അവർ തീവ്രവാദികളുമെന്ന് പറയുന്ന ആ ഒരു അതിനൊരു ജനങ്ങൾ അതിനെ തള്ളി. മാത്രമല്ല കേരളത്തിൽ ഇനി അത്തരത്തിലുള്ള വില പോവില്ല എന്നുള്ളതൊന്നും മനസ്സിലാവും. പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ പല പാർട്ടികളും പല സംസ്ഥാനങ്ങളും വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുക്കുന്ന CPM എടുക്കുന്ന നിലപാട് കേരളത്തിൽ എടുക്കുന്നതാണോ തമിഴ്നാട്? അവിടെ മുസ്ലിം ലീഗായിട്ട് തന്നെ കൈകോർത്തിട്ടല്ലേ പോണത്? അല്ലെങ്കിൽ അപ്പുറത്ത് കർണാടകത്തിൽ പോലെ STP ആയിട്ടും CPMന് ഇതില്ലേ? അപ്പോൾ വ്യത്യസ്ത നിലപാട് ഓൾറെഡി എടുത്തു. പിന്നെ ഓരോ ഈ ആവശ്യങ്ങൾ വരുമ്പോൾ ഇഷ്ടം പോലെ മാറ്റി പറയാൻ മാത്രമേ ഉള്ളൂ. അടവ് നയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഇനി വരുമ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ NCPയെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഞങ്ങൾ അവിടെ ഈ BJPയുമായിട്ടുള്ള സഖ്യമുള്ളത്. ഡൽഹി ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച്, അരുണാചൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബീഹാറിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു, കാശ്മീരിൽ ഒറ്റയ്ക്ക് മത്സരിച്ച്. BJPയുടെ ഭാഗമല്ല. BJPയുടെ ഭാഗമാണെങ്കിൽ അവിടെ 2-3 സീറ്റുകളൊക്കെ ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. അപ്പോൾ കേരളത്തിലും ആരുമായിട്ടും കൂടാനുള്ള, ഏത് മുന്നണിയുമായിട്ടും ചേരാനുള്ള ഒരു മാൻഡേറ്റ് പാർട്ടി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ദേശീയ നേതൃത്വം ആ നിലയ്ക്കാണ് തീരുമാനമെടുത്തത്. കാരണം ഞാനും ഒരു പാർട്ടാണല്ലോ. വർക്കിംഗ് കമ്മിറ്റിയിൽ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സ്റ്റേറ്റിലും ആ സ്റ്റേറ്റിലെ നേതാക്കന്മാർക്ക് അവിടുത്തെ സാഹചര്യം വെച്ചിട്ട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നാളെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അല്ല എന്ന് ഓൾറെഡി UDF പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളും അത്തരത്തിലുള്ള ആളുകളല്ലല്ലോ NCP. അതായത് ഒരു തീവ്രവാദ മുദ്ര ചാർത്തുന്ന അത് അത്രയൊന്നും ഞങ്ങളില്ലല്ലോ. ഞങ്ങളുടെ ആകെ ഇപ്പോൾ ഈ BJPയുമായി അവിടെ ഒരു സഖ്യത്തിൽ ഭരണത്തിൽ വന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. തീവ്രവാദം ഞങ്ങളെ സംബന്ധിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം വരുന്ന കാലഘട്ടത്തിലുള്ള ഇലക്ഷനുകളിൽ ജനങ്ങൾ തള്ളി എന്നതുകൊണ്ട് തന്നെ അതേസമയം LDF ജയിച്ചു എങ്കിൽ ഈ തീവ്രവാദത്തിൻ്റെ ഇതുകൊണ്ടാണ് ഈ വോട്ട് കുറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. അതിനുള്ള സാധ്യത ഇവിടെ. അപ്പോൾ ആ മാറ്റം, പൊളിറ്റിക്കലൊരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോവാണ്. തീർച്ചയായും ഒരു സംശയം വേണ്ട. തീവ്രവാദം എന്നുള്ള ആ വാക്ക് ചർച്ചയ്ക്കിടയിൽ വന്നതുകൊണ്ടാണ്, ബോധപൂർവ്വം അല്ലെങ്കിൽ അത് വന്നതുകൊണ്ടാണ് തീവ്ര സംഘടനയായ
കാസ, അതുപോലെ തന്നെ ക്രിസ്ത്യനിലെ ചില സംഘടനകളുമായിട്ട് ഒരു അലയൻസ് ഉണ്ടായിക്കൊണ്ടായിരുന്നു നിലമ്പൂരിൽ BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി മത്സരിച്ച് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പാർട്ടി മാറ്റി പിടിച്ചുകൊണ്ട് വരുന്നു, നേരെ അവിടെ പിടിച്ചുകൊണ്ട് വരില്ല, അവിടെ നടത്തിയെടുത്ത് കൊണ്ടുവരുന്നു, അവിടെ കൊണ്ടുവരുന്നു, സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നു. പല അംഗങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നടക്കുന്നു. അവസാനം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടക്കുന്ന ഇപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എടുത്ത ഇത്തരം സ്റ്റാൻഡുകൾ. കാസയിൽ നിന്ന് ഒരു വെറും കടലാസ് സംഘടനയായിരുന്നു, അവരെ കൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ക്രിസ്ത്യൻ മേഖലയിൽ ഒരു കേക്കും ട്രോഫിയും മറ്റ് സാധനങ്ങളും ഒക്കെ ആയിട്ട് ചെന്നിട്ടും അവിടെ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. BJPയുടെ കോർ എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്നുള്ള ആശയം തന്നെയാണ് എന്നുള്ള തരത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചയായി. രാജീവ് ചന്ദ്രശേഖരനെതിരെ P. സുരേന്ദ്രൻ അടക്കമുള്ളവർ, K. സുരേന്ദ്രൻ അടക്കമുള്ളവർ എല്ലാം ഡൽഹിക്ക് പുറപ്പെടാനായിട്ട് ഒരുങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന കോർപ്പറേറ്റിന്റെ ആശയങ്ങളും ഇവിടുത്തെ നോർമൽ BJPക്കാരന്റെ സംവിധാനങ്ങളും ഒത്തുപോകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് ഒരു കാലത്ത് ഒത്തുപോകുന്നില്ല. പണ്ടും ഇതിനകത്ത് നല്ല ഗ്രൂപ്പ് ഉണ്ടല്ലോ. BJPക്കകത്ത് സ്ട്രോങ് ആയിട്ടുള്ള 2ഉം 3ഉം ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിനെല്ലാം വെട്ടിക്കൊണ്ടൊരു പുതിയ ആളെ കൊണ്ടുവരുന്നത് തന്നെ BJP എന്തിനാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നുള്ള പോട്ടെ ഒരു പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിന് മുമ്പും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഗ്രൂപ്പില്ലാതാക്കാനായിട്ടുള്ള. പക്ഷേ അപ്പോൾ വീണ്ടും ഗ്രൂപ്പുകളായിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗമായിട്ടുള്ള ചർച്ചകളും മാത്രമാണ് ഇതിനെ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി, അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നല്ല സപ്പോർട്ട് കൂടി അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഈ പറയുന്ന അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന കമ്മിറ്റികളും ബാക്കിയും വരുന്നതിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ മാത്രമായിട്ട് അത് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതെന്താണെങ്കിൽ ഈ ഇലക്ഷൻ ഒരു അനാവശ്യ ഇലക്ഷനാണ്, അതുകൊണ്ട് ഇതിൽ സ്ഥാനാർത്ഥി നിർത്തിയിട്ടൊരു കാര്യമില്ല. കാരണം അവർക്കവിടെ നിസ്സാര വോട്ടുകളുള്ളൂ. BDJS വേണി മത്സരിച്ചോട്ടെ, ഞങ്ങൾ ഇല്ല എന്നുള്ളൊരു മാത്രമല്ല. പഞ്ചായത്ത് ഇലക്ഷനാണ് ഞങ്ങൾക്ക് വലുത്, അതിലേക്കാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, ഞങ്ങളുടെ എഫേർട്ടും പൈസയും ഞങ്ങൾ അതിന് വേണ്ടി ചിലവാക്കുന്നില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചറിയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ വെറുതെ എനിക്ക് എത്ര വോട്ടുണ്ടെന്ന് ബാക്കിയുള്ളവർ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? BDJS വേണി മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു നിലയ്ക്ക് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനെ ഈ എല്ലാവരും കയറി ഞങ്ങൾ മത്സരിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ വോട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്ത് കാര്യമുണ്ട്? അത് ഈ സിസ്റ്റത്തിനെ നശിപ്പിക്കലാണ്. ഇപ്പൊ ആലഞ്ചേരി പിതാവിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ആലഞ്ചേരി പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകളായിരുന്നു ഈ കാസ എന്ന് പറയുന്ന തീവ്ര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് മുൻപത്തെ വഖഫ് ഭൂമി വിഷയം വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്ന വഖഫ് എന്ന് പറയുന്ന ബില്ല്, ഈ പറയുന്ന ബില്ല് നടപ്പിലാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പിലാവുന്നതോടുകൂടി നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ഈ ക്രിസ്ത്യൻ സഭകളിലുള്ള പാവപ്പെട്ട ജനങ്ങളെ, ഇവിടെ മുൻപത്തുള്ള മനുഷ്യരെ ശരിക്കും ഇവർ പറ്റിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിൽ ചില പിതാക്കന്മാരും കൂട്ടുനിന്നും അറിഞ്ഞോ അറിയാതെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമൂഹത്തോട് ഇവർ ചെയ്തത് വലിയ തോതിലുള്ള ഒരു ദ്രോഹമല്ലേ? അല്ല, ആ സംഭവം നടക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ NCPയുടെ തന്നെ വൈപ്പിൻ ഘടകം അവരെന്നെ ഒരു ദിവസം വിളിച്ചു, നമുക്കൊരു ദിവസം പോകണം, ഇതിന് അനുഭവം പ്രകടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കേണ്ട വിഷയമല്ല. അതിൽ കുറേ ആളുകൾക്ക് അവിടെ പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ ഗവൺമെൻറ്റിൻ്റെ ചിലതുണ്ട്, ഹൈക്കോടതിയിലെ ചില വിധികളുണ്ട്. നിയമപരമായിട്ട് അതിനെ അവർക്ക് അനുകൂലമായി ലഭിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റായിട്ട് കൊണ്ട് അവിടെ ഒന്ന് പ്രസംഗിച്ച് കുറേ കയ്യടി വാങ്ങി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറുന്ന ആളാണ്. കാരണം ഈ അത്തരം വിഷയങ്ങളിൽ അവർ പാവപ്പെട്ട കുറേ ആൾക്കാർ അവർ വീടൊഴിയേണ്ട പ്രശ്നങ്ങൾ ബാക്കിയുള്ള അതിന് അനുകൂലമായിട്ടുള്ള ഒരു ഇത് ഗവൺമെൻറ് അതിൽ തന്നെ കമ്മീഷൻ വെച്ച് കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു, അതിനുവേണ്ടി കോടതിയിൽ പോകാം, ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് വേണം, അതിലേക്ക് പോകണം. എന്നല്ലാതെ അവിടെ പോയത് വഷളാക്കിയിട്ട് വോട്ട് നേടുന്നതിലേക്ക് ഉള്ള ചില രാഷ്ട്രീയ കുതന്ത്രങ്ങൾ നടന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ. അത് എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുപ്പിന് ശ്രമിക്കാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഇങ്ങനത്തെ ജനങ്ങളുടെ ജീവിതത്തെ വെച്ച് പന്താടി താല്പര്യമില്ലാത്ത ഒരാളാണ്. തീർച്ചയായും താങ്കളും താങ്കളുടെ പാർട്ടിയും ആ ട്രാപ്പിൽ നിന്ന് ശരിക്കും വിദഗ്ധമായിട്ട് ഒഴിവായി എന്നുള്ള വിവേകത്തോടു കൂടി ഒഴിവായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ ഓരോ മേഖലയും കടന്നു പോകുന്നത്. കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, CPM ആകട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോഴേക്കും ഗ്രൂപ്പുകളുടെ എണ്ണം 10-ൽ നിന്ന് 20-ഉം 20-ൽ നിന്ന് 50-ഉം ആകുന്ന ഒരുതരം ബാക്ടീരിയ പെരുകുന്നത് പോലെ ആകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വാശിയും വീറുമേറിയ ചർച്ചകളുമായി നമ്മുടെ രാഷ്ട്രീയ കേരളം മുന്നോട്ട് വരുമ്പോൾ നിലപാടിന് ഒരിക്കലും നിശബ്ദമായിരിക്കാൻ കഴിയില്ല.
പുതിയൊരു വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. നമസ്കാരം.